ഉണ്ടോ? കൗതുകകരമായ ഒരു കാര്യം ഞാൻ പറയട്ടെ. കുടുംബസംഗമത്തെ ചൊല്ലിയുള്ള തർക്കം അതിനായിട്ടാണ് പഴയ രീതി കാണിച്ചിട്ട് പുതിയ രീതി പറയാ. എല്ലാ പ്രേക്ഷകർക്കും നന്മയുടെയും ഐശ്വര്യം. നമസ്കാരം. ഇപ്പോ മലയാളികളുടെ ഏറ്റവും വലിയൊരു വിഷയം മറ്റൊന്നുമല്ല, സേതുലക്ഷ്മിയുടെ ജമ്പറിലെ വള്ളികളാണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. 2 ദിവസം കൊണ്ട് തരംഗമായി കൊണ്ടിരിക്കുകയാണ് സേതുലക്ഷ്മിയുടെ ജമ്പറിലെ ആ 2 വള്ളികൾ. ആരാണ് സേതുലക്ഷ്മി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സേതുലക്ഷ്മി ലൂസ് മലയാളം ചാനലിന്റെ ഒരു അവതാരകയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഹലോ കേരളം അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു പരിപാടി ഡെയിലി അവതരിപ്പിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു അവതാരകയാണ് ഈ പറയുന്ന സേതുലക്ഷ്മി എന്നുള്ളത്. കാരണം ഒരേ ഒരു പ്രശ്നമേ ഞാൻ ഈ സേതുലക്ഷ്മിയിൽ കാണുന്നുള്ളൂ എന്നുള്ളതാണ്. എനിക്ക് എപ്പോഴും ചിരിച്ചുകൊണ്ട് വാർത്ത വായിക്കുള്ളൂ എന്നുള്ളതാണ്. അതിപ്പം സന്തോഷമായിക്കോട്ടെ, ഒരു വലിയൊരു ദുരന്തമായിക്കോട്ടെ, ഒരു മരണമായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ആള് അടിച്ചു പൊളിച്ച് ചിരിച്ചുകൊണ്ട് സംസാരിക്കത്തുള്ളൂ എന്നുള്ളത്. അതായത് ഒരേ സ്റ്റൈലിലാണ് സംസാരിക്കുന്നത് എന്നുള്ളത്. അത് മാത്രമേ എനിക്കൊരു ചെറിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളൂ. എപ്പോഴും വാർത്ത വായിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ആസ്വദിച്ച്, അല്ലെങ്കിൽ ആ ജോലിയെ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് പിന്നീട് ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നുമെന്നുള്ളതാണ്. ഇപ്പോ വിവാദം മറ്റൊന്നുമല്ല, സേതുലക്ഷ്മി ഒരു വാർത്തയിൽ വായിച്ച് വിട്ട ഒരു ഡ്രസ്സാണ്. ഡ്രസ്സ് മാത്രമല്ല, ആ ഇട്ട ഒരു ബ്ലൗസ് ഉണ്ട്. ആ ബ്ലൗസിന്റെ 2 വള്ളികളാണ് ഇപ്പോ ഈ മലയാളികളുടെ ഉറക്കം കളഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ആദ്യം സേതുലക്ഷ്മി ആരെന്നറിയട്ടെ. അതിനു മുമ്പ് സേതുലക്ഷ്മിയുടെ 1-2 ക്ലിപ്പുകൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം. അത് നിങ്ങൾ നോക്കണം. ന്യൂസ് കാണാനുള്ള ചങ്കിന്റെ ശുഷ്കാന്തി കണ്ടു പോയി നോക്കിയപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു റീലാണ്. കാണാം. അതെ, പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? കൗതുകകരമായ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇന്നാണ് പീരിയോഡിക് ടേബിൾ ദിവസം. കുടുംബസംഗമത്തെ ചൊല്ലിയുള്ള തർക്കം വീണ്ടും കടുക്കുന്നുണ്ട്. വേണ്ട പരിഗണന കിട്ടിയില്ലെന്ന് വാലന്റൈൻസ് ഡേ. അപ്പോ ഇതാണ് സേതുലക്ഷ്മി. സേതുലക്ഷ്മി പല ഡ്രസ് കോഡുകളിൽ, പല സ്റ്റൈലുകളിൽ നിങ്ങളുടെ ഫ്രണ്ടിൽ വരുന്നുണ്ട്. എല്ലാ സമയത്തും വളരെ പ്രസന്നമതിയായിട്ട്, വളരെ ചിരിച്ചുകൊണ്ട്, വളരെ എൻജോയ് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന സേതുലക്ഷ്മി വാർത്തകൾ വായിക്കുന്നത് എന്നുള്ളതാണ്. ഇനി വിവാദമായ ആ ഒരു വള്ളി നമുക്ക് കാണിച്ചു തരാം എന്നുള്ളതാണ്. ആ വള്ളി വാർത്ത നമുക്ക് കാണണ്ടേ, അത് ഇതാണ്. ഓക്കെ, കേട്ടോ. ഇന്ന് 2026 ജൂലൈ മാധ്യമ ചാനലാണ് വാർത്തയാണ് പറഞ്ഞത്. അതും കർക്കിടകത്തിന്റെ ആശംസകൾ പറഞ്ഞത്. കേട്ടോ. ശ്രദ്ധിക്കല്ലേ മേനക്കൊന്നും ശ്രദ്ധിക്കല്ലേ. അതേ, ഈ മഴ അല്ലേ, അപ്പൊ നനയും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളത്. പിന്നെ പുതുതലമുറക്ക് പുതിയ രീതിയിലുള്ള ആശയങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പുതിയ രീതിയിൽ പറയണല്ലോ. അതിനു വേണ്ടിയിട്ടാണ് പഴയ രീതി കാണിച്ചിട്ട് പുതിയ രീതി പറയാ. എന്തല്ലേ പ്രേക്ഷകർക്കും നന്മയുടെയും ഐശ്വര്യത്തിന്റെയും ആരോഗ്യവും നിറഞ്ഞ നല്ലൊരു കർക്കിടക മാസം ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വാർത്താ പ്രഭാതം തുടങ്ങുകയാണ്. ഓക്കെ, ഇതാണ് ആ വിവാദമായ വാർത്ത. ഈ വാർത്ത വന്നതിന് ശേഷം ഇതിന്റെ താഴെ ഒരു കണ്ണാടി വെച്ച ഒരു താടിക്കാരൻ വന്നിരുന്നുകൊണ്ട് അവൻ കുരു പൊട്ടുന്നില്ലേ, അവനെ പോലെ കുറെ എണ്ണത്തിന് കുരു പൊട്ടി എന്നുള്ളതാണ്. അവർക്ക് ഇരിക്കപ്പുറത്ത് വരുന്നില്ല. അതായത് വാർത്തയല്ല അവർ ശ്രദ്ധിച്ചത് ഈ പറയുന്ന സേതുലക്ഷ്മിയുടെ തൂങ്ങിക്കിടക്കുന്ന ആ 2 വള്ളികളിലേക്കാണ് ശ്രദ്ധ. അതായത് വാർത്ത ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അവരുടെ ആ ഒരു ബോഡി, അല്ലെങ്കിൽ അവരുടെ ആ ഒരു വശ്യ സൗന്ദര്യമാണ് ഇവരുടെ കണ്ണിൽ പെട്ടത് എന്നുള്ളതാണ്. ഇപ്പോ എല്ലാവരും പറയും, നീ വാർത്ത കേൾക്കണം, നീ എന്തിനാ അവരുടെ ശരീരം നോക്കുന്നു എന്ന് പറയുന്നവരെടുത്ത് അല്പവസ്ത്രം ഇട്ടുകൊണ്ട് വന്ന് വാർത്ത വായിച്ചിട്ട് ഈ പറയുന്ന എനിക്ക് വാർത്ത ശ്രദ്ധിക്കണം, എനിക്ക് ശരീരം ഇങ്ങനെ കണ്ണടച്ചിരിക്കണം എന്ന് പറയുന്നതോട് എനിക്ക് യോജിപ്പില്ല. പക്ഷെ ഇവിടെ സേതുലക്ഷ്മിയുടെ ആ ഒരു ഡ്രസ് കോഡിങ് അത്രയ്ക്ക് പലരുടെയും പിന്നീട് മനസ്സിളക്കുന്ന, പലരെയും കൺട്രോൾ തെറ്റിക്കുന്നതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ശരിയാണ്. ഈ പറയുന്ന വസ്ത്രം എല്ലാത്തിനും, ഈ പൊതുവെ നമ്മൾ കാണുന്ന ഈ പറയുന്ന എന്താണ് വാർത്താ ചാനലുകൾ, വാർത്ത വായിക്കുന്നവർക്ക് ഒരു ഡ്രസ്സ് കോഡ്, അത് പരമ്പരാഗതമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാരി, അല്ലെങ്കിൽ വളരെ മാന്യമായ ഒരു ഡ്രസ്സാക്കാണ് അവർ ധരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അത് ധരിക്കാനുള്ള കാരണം മെയിനായിട്ട് വാർത്തയാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അല്ലാതെ അവിടെ ഒരു ബോഡി ഷോയോ അല്ലെങ്കിൽ ഒരു ഫാഷൻ ഷോയോ ഒന്നും അല്ല. പക്ഷെ ഇപ്പൊ മാറി വരുന്ന കാലത്തിനനുസരിച്ച് നമ്മുടെ നോർത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഈ സേതുലക്ഷ്മിയെ കുറ്റം പറയാൻ വേണ്ടിയതായിട്ട് എന്തെങ്കിലും ഡ്രസ്സ് അവർ പിന്നെ വൃത്തികെട്ട ഡ്രസ്സ് ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇല്ല എന്ന് പറയും. അവരുടെ ശരീരപ്രകൃതി കുറച്ച് തടിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പിന്നീട് പല ഭാഗങ്ങളും കുറച്ചിത്തിരി സൈസ് ഉള്ളതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഇഷ്ടത്തിനുള്ള
വസ്ത്രം അവർക്ക് ഇടണമെന്നുണ്ടെങ്കിൽ അവർ ഇടട്ടെ എന്നുള്ളത്. അതിനകത്ത് ഇതൊരു വലിയൊരു വൃത്തികേടായിട്ട് ഇതിനെ ഒരു കാമ കണ്ണോടുകൂടി ഇതിനൊരു മറ്റൊരർത്ഥത്തോടു കൂടി നോക്കുന്ന നിങ്ങളിലല്ലേ പ്രശ്നം എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. ഇനിയും ഇവർ ഇതിനൊരു മറുപടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ ഈ സേതുലക്ഷ്മി തന്നെ ഒരു ഇൻസ്റ്റയിൽ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. അതേ പിന്നീട് പിക്ക് എടുത്തിട്ടുകൊണ്ട് അവർ പറഞ്ഞ ഒരു സാധനം, അതായത് കൊച്ചു കേരളത്തിൽ ചിലരുടെ ശ്രദ്ധ മുഴുവൻ പോയ ആ 2 വള്ളികൾ എന്ന് പറഞ്ഞിട്ട്, മനസ്സിലായോ? കൊച്ചു കേരളത്തിലെ ശ്രദ്ധ മുഴുവൻ പോയ ആ 2 വള്ളികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ ആ ഒരു പോസ്റ്റ്. ഓക്കെ, അതിനുശേഷം ഇപ്പോ ഈ ഒരു വള്ളിയുമായി ബന്ധപ്പെട്ട് നോക്കണം, ഈ ഒരു വള്ളി എന്തുമാത്രം പ്രശ്നങ്ങളിലേക്ക് ചെന്നു നോക്കണം. അതിനുശേഷം അവർക്ക് ഇന്റർവ്യൂ വരെ കിട്ടുന്നു എന്നുള്ളതാണ്. അതിനകത്ത് അവര് ഈ ഇന്റർവ്യൂക്കകത്ത് അവർ ഈ വള്ളിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം. ഓക്കെ, ബ്ലൗസിന്റെ കാര്യം തന്നെ അതൊരു വിവാദമായി. അത് നമ്മളൊന്നും ചെയ്തിട്ടല്ലല്ലോ, അതെങ്ങനെയോ വന്നു. ഉറക്കം കരുതിയിട്ടുണ്ടായിരുന്നു ഈ നമ്മൾ വിചാരിക്കാത്ത കാര്യമൊക്കെ വാർത്തയാകുമ്പോ ആളുകൾ അത് ഏറ്റുപിടിക്കുമ്പോ? എനിക്കങ്ങനെ വന്നിട്ടില്ല ഇതുവരെ. അങ്ങനെ ഞാൻ ചെയ്ത ഒന്നും ഇതുവരെ ഒരു വിവാദത്തിലോട്ടൊന്നും പോയിട്ടൊന്നുമില്ല. ഇല്ല, ഞാൻ ചോദിച്ചത് മറ്റേ നമ്മൾ വിചാരിക്കാതെ ബ്ലൗസിന്റെ ആണെങ്കിൽ കൂടെ ആളുകൾ അത് ചർച്ച ചെയ്യാവുന്ന സമയത്ത് അത് ഇല്ല, അത് എന്നെ ഒട്ടും ബാധിച്ചിട്ടില്ല. ഒരു തരുമ്പോ എന്നെ അത് ബാധിച്ചിട്ടേ ഇല്ല. ഞാനത് ഇപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, ഞാൻ പറഞ്ഞ കണ്ടന്റിൽ ആർക്കും പ്രശ്നമില്ല. അവരുടെ പ്രശ്നം ആ ബ്ലൗസ് ആണ്. അപ്പൊ അതെന്നെ ബാധിക്കുന്നത്. അത് എന്റെ ഒരു ഇഷ്ടമാണല്ലോ, എന്റെ ഒരു കംഫർട്ടബിൾ. ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് ആ ഡ്രസ്സിൽ. അത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കാണ് അതിന്റെ പ്രശ്നം. എനിക്കത് ഇഷ്ടമായി. ഞാൻ അതിൽ വളരെ കംഫർട്ടബിൾ ആണ്. ഞാൻ പറഞ്ഞ കണ്ടന്റിൽ അവർക്ക് പ്രശ്നമില്ല. എന്റെ വസ്ത്രത്തിലാണ് എന്റെ പ്രശ്നം. എനിക്ക് കംഫർട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ അവിടെ ധരിക്കുമെന്നുള്ളത് അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. നമുക്ക് കംഫർട്ടുള്ള പല വസ്ത്രങ്ങളും ഉണ്ട്. പക്ഷെ വാർത്ത വായിക്കുമ്പോൾ അതിലൊരു ഡ്രസ് കോഡ് ഉണ്ട്. വാർത്ത അല്ലെങ്കിൽ വാർത്താ ചാനലിൽ പൊതുവെ നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നത് അത് നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമ്മൾ ഇട്ടുകൊണ്ട് ധരിക്കുന്ന അതിന് വിമർശനങ്ങൾ ഉണ്ടാവും. താങ്കൾ ഇപ്പോൾ ഇട്ട ആ ഡ്രസ്സിനോട് എനിക്ക് വിമർശനമൊന്നുമില്ല. അത് ചിലവരുടെ കണ്ണിന്റെ കുഴപ്പമാണ്. അവരുടെ നോട്ടം വാർത്തയിലല്ല, താങ്കളുടെ ശരീരത്തിലായിരുന്നു, അല്ലെങ്കിൽ താങ്കളുടെ ആ ജമ്പറിലെ 2 വള്ളികളിലായിരുന്നു, ആ ബ്ലൗസിലെ 2 വള്ളികളിലായിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ വിഷയം. പക്ഷെ എനിക്ക് കംഫർട്ടായിട്ടുള്ള എന്തും ധരിച്ചു കൊണ്ടുവന്ന് ഞാൻ വാർത്ത വായിക്കുമെന്ന് പറഞ്ഞ് താങ്കൾക്ക് വിമർശനം. നമുക്കിപ്പോ പലതരത്തിലുള്ള വസ്ത്രങ്ങൾ ഇഷ്ടമുണ്ട്. ഞാൻ ഓരോ സ്ഥലത്തും ഏത് രീതിയിലുള്ള വസ്ത്രം നിങ്ങൾക്ക് വേണമെങ്കിലും പാർട്ടിയിൽ പോകുമ്പോഴോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മോഡൽ വേണം ധരിക്കും. പക്ഷെ ആ പാർട്ടിയിൽ പോകുന്ന അതേ ഡ്രസ്സ് കൊണ്ട് ഞാൻ കംഫർട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത വായിക്കാൻ വേണ്ടി വന്നാൽ അത് പണി കിട്ടുമെന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത് തടിയുള്ള ആളുകൾക്ക് ഇന്ന ഡ്രസ്സ് ചേരില്ല, അവർ ഇന്ന ഡ്രസ്സ് ചേരുള്ളൂ, അവരുടെ കൈക്ക് കുറച്ച് തടി കൂടുതലാണ്, കൈ കാണുമ്പോൾ പ്രശ്നമാ, അങ്ങനൊക്കെ പറയും. എനിക്ക് അങ്ങനെ ആവണ്ട, എനിക്ക് എല്ലാ ഡ്രസ്സും ഇടണം. ഞാൻ തടിച്ചിട്ടാ, പക്ഷെ എനിക്ക് ഈ ഡ്രസ്സ് എല്ലാം എനിക്ക് ചേരണം. അങ്ങനെ എനിക്ക് സ്വയം എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാ ഡ്രസ്സും ഇടും. അത് എനിക്ക് ചേരുവോ ഇല്ലെന്ന് ഞാൻ നോക്കില്ല. എനിക്കിഷ്ടമാണ്, എനിക്കത് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനത് ഇടും. ഞാനിപ്പം ഓണേറിൽ തന്നെ ഇതേ പറയുന്ന പോലെ തന്നെ ഡ്രസ്സൊക്കെ ഇടും, എല്ലാ ഡ്രസ്സും ഇടും. ഇപ്പൊ ഈ വിവാദമായ ഡ്രസ്സ് പോലും, ഈ ബ്ലൗസ് പോലും 2 വള്ളി, ഈ 2 വള്ളി ഞാൻ ഇനിയിപ്പോ ട്രെൻഡ് ബ്ലൗസ് ഇത് ഞാൻ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. ട്രെൻഡ് ആവുമെന്നല്ല, ട്രെൻഡ് ആയി കഴിഞ്ഞാൽ 2 വള്ളി ബ്ലൗസ് ഇപ്പോൾ ട്രെൻഡ് ആയി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അവര് പറയുന്നത് എന്റെ ശരീരം ഇത്തിരി തടിച്ചിട്ടാണ് എന്ന് കരുതി എനിക്കങ്ങനെ ഇന്ന ഡ്രസ്സ് അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് എല്ലാം ഇടും, എനിക്ക് എല്ലാ രീതിയിലുള്ള ഡ്രസ്സും ഇടണം. അതുകൊണ്ട് തന്നെ ഞാൻ മാറ്റി വെക്കാറില്ല, ഞാൻ പല രീതിയിലുള്ള ഡ്രസ്സും ഇടും എന്നുള്ളത് അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ നമ്മൾ വാർത്ത വായിക്കുമ്പോഴേ, വാർത്താ ചാനൽ വായിക്കുമ്പോൾ കുറച്ചും കൂടി ശ്രദ്ധിക്കണം എന്നുള്ളത്. താങ്കൾ ഇതുവരെ ഇട്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ മോശമാണ് എന്നല്ല പറയുന്നത്. നമുക്ക് കംഫർട്ടായിട്ടുള്ള പല ഡ്രസ്സുകളും കാണും. പക്ഷെ അതൊക്കെ വാർത്തയിലോട്ട് കൊണ്ടുവരുമ്പോൾ പ്രശ്നമാണ് എന്നുള്ളതാണ്. എന്തായാലും ഈ പറയുന്ന ന്യൂസ് മലയാളം അല്ലേ, ന്യൂസ് മലയാളം എന്ന് പറയുന്ന ചാനലിൽ ഇപ്പോൾ ഒരു ശ്രദ്ധാകേന്ദ്രം ഈ പറയുന്ന സേതുലക്ഷ്മിയാണ്. സേതുലക്ഷ്മിയെ കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വശ്യസൗന്ദര്യം കാണാൻ വേണ്ടി, അല്ലെങ്കിൽ ചില വള്ളികൾ മാറിക്കിടക്കുകയോ അല്ലെങ്കിൽ സാരി ചെറുതായിട്ട് മാറിക്കിടക്കുകയോ എന്ന് കാണാൻ വേണ്ടിയിട്ടെങ്കിലും കുറെ ഞരമ്പന്മാർ വന്ന് അതിനകത്ത് കുറച്ച് വ്യൂസ് കിട്ടുന്നുണ്ട്. TRP എന്തായാലും നിങ്ങൾക്ക് കൂടും എന്നുള്ളതിന് ഒരു സംശയവും ഇല്ല എന്നുള്ളതാണ്. ഇത് ആദ്യമായി എനിക്കൊന്ന് പിന്നെ മാതൃഭൂമിയിൽ എന്തോ ആയിരുന്നു സേതുലക്ഷ്മി ആദ്യം വർക്ക് ചെയ്ത മാതൃഭൂമി, പിന്നെ വേറെ ഏതോ ചാനലും കൂടി വർക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും 2 വള്ളികൾ കൊണ്ട്, ബ്ലൗസിന്റെ 2 വള്ളികൾ കാണിച്ചുകൊണ്ട് കേരളത്തിലെ ആണുങ്ങളുടെയും ഒരുപക്ഷെ പെണ്ണുങ്ങളുടെയും വരെ ഉറക്കം കളഞ്ഞ സേതുലക്ഷ്മി എന്തായാലും വൈറലായിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഒരു ലേബിളിൽ തന്നെ ആ ചാനലിൽ കുറച്ച് ഈ പറയും പോലെ കുറച്ച് TRP ഒക്കെ കൂടിയിട്ടുണ്ടാവും. പിന്നെ ഇവരുടെ വിവാഹിതയാണ്, വിവാഹം കഴിച്ചോ ഇല്ലയെന്ന് ചോദിച്ചു. 2020 എന്തോ വിവാഹിതയാണ്.
പ്രേമവിവാഹമായിരുന്നു. അതുകൊണ്ട് ആരാധകർക്ക് അമേതി കല്യാണം കഴിഞ്ഞതാണ്, ഇനി വീട്ടിൽ ഇരുന്ന് വെള്ളം ഇറക്കാനേ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് വേറെ കണ്ടന്റ് ക്ഷാമമായിട്ട് ചെയ്തതാണ്, വേറെ ഒന്നും കൊണ്ടല്ല. അപ്പൊ എന്തായാലും എനിക്ക് പറയാനുള്ള ഇതാണ്, അവരുടെ വസ്ത്രധാരണമൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യം തന്നെയാണ്, നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ ഓരോ ഒക്കേഷനിലും എവിടെയൊക്കെ പോയി എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്, ഏത് പരിപാടിക്കാണ് നമ്മൾ പോകുന്നത്, അവിടെ എന്ത് ഡ്രസ്സ് ഇടണം, അവിടെ എന്ത് ഡ്രസ്സ് കോഡ് ഇടണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം, പ്രത്യേകിച്ച് വാർത്താ ചാനലുകൾ വായിക്കുമ്പോൾ എന്ന് പറഞ്ഞ് താങ്കളുടെ ആ 2 വള്ളികളിൽ പ്രശ്നമാണെന്നല്ല ഞാൻ പറഞ്ഞു. ഇതുവരെ താങ്കളുടെ ഞാൻ കുറെ സംഭവങ്ങൾ കണ്ടു, അതിലൊന്നും താങ്കൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സൊന്നും ഒരു വൾഗറായിട്ടോ അല്ലെങ്കിൽ വാർത്ത വായിക്കാന്നവർക്ക് ഇത് ഈ രീതിയിലുള്ള ഡ്രസ്സ് ഇടാൻ പാടില്ല അങ്ങനെ ഒരു ചിന്തയെ എനിക്ക് വന്നില്ല. ഇതുവരെ നിങ്ങൾ ഇട്ട് നല്ലതാണ്. പക്ഷെ ഞാൻ എന്തും ഇടും എന്ന് പറയുമ്പോൾ അവിടെ എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്തും ഇടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്ലൗസ് മാത്രം, ചിലപ്പോൾ നാളെ ഒരാൾക്ക് തോന്നും എന്റെ കംഫർട്ട് എന്ന് പറഞ്ഞ സാരിയുള്ള ബ്ലൗസും ഒരു പാന്റും ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് എന്റെ കംഫർട്ട്. അതുകൊണ്ട് ഞാൻ വാർത്ത നാളെ അങ്ങനെ വന്ന് വായിക്കുമെന്ന് പറഞ്ഞാൽ ശരിയാവൂ, അതില്ല. അവിടെ എല്ലാം നമുക്കൊരു മാന്യത ക്ലിപ്പ് ചെയ്യണം എന്നുള്ളത്. അപ്പുറം മസ്റ്റേ കമ്മിറ്റി നമുക്ക് കൊടുക്കണം. ജയ് ഹിന്ദ്.